ഹായ് ഡിയേഴ്സ്, ഹിന്ദി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ഇക്കായി 4 രാജാ കാ ദർവാസ. രാജാ കാ ദർവാസ സുബീർ ശുക്ല എഴുതിയിരിക്കുന്നത് സുബീർ ശുക്ല. രാജാ കാ ദർവാസ, രാജാവിൻ്റെ വാതിൽ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. രാജാ കാ ദർവാസ, രാജാവിൻ്റെ വാതിൽ. സുബീർ ശുക്ല എഴുതിയിരിക്കുന്നത് സുബീർ ശുക്ല. ഏക് ഥാ രാജ, ഒരു രാജാവുണ്ടായിരുന്നു. ഉസ്നെ ചാഹ कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. ഉസ്നെ ചാഹ, ഏക് ഥാ രാജ, ഒരു രാജാവുണ്ടായിരുന്നു. ഉസ്നെ ചാഹ, അദ്ദേഹം ആഗ്രഹിച്ചു. കി എന്തെന്നാൽ, ഉസ്കെ മഹൽ മേ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ, ഏക്ക് ഐസാ ദർവാസ ഹോ, അങ്ങനെയുള്ള ഒരു വാതിൽ വേണം. ജിസ്സെ, അതിലൂടെ, സിർഫ് വഹി ഖുസ് പായെ, സിർഫ് മാത്രം, വഹി അദ്ദേഹം, അദ്ദേഹം മാത്രം, ഖുസ് പായെ പ്രവേശിക്കാൻ പാടുള്ളൂ. കൊയ് ഓർ നഹി, മറ്റാരും ഇല്ല, വേറെ ആരും പ്രവേശിക്കാത്ത, അദ്ദേഹത്തിന് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വാതിൽ വേണമെന്ന് ആ രാജാവ് ആഗ്രഹിച്ചു. ഉസ്നെ അപ്നെ മന്ത്രി സെ കഹ, തൻ്റെ മന്ത്രിയോട് പറഞ്ഞു. മുझे एक ऐसा दरवाज़ा बनाकर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही घुस पाऊँ, कोई और नहीं. മന്ത്രി ഉസ്നെ, അദ്ദേഹം അപ്നെ മന്ത്രി സേ കഹ, രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു. മുझे, എനിക്ക്, ഏക്ക് ഒരു, ഐസാ ദർവാസ, അങ്ങനെയുള്ള വാതിൽ, ബനാക്കർദോ ഉണ്ടാക്കിത്തരൂ, ജോ എങ്ങനെയുള്ള, മേരി ഹി ഷക്കൽ ദേഖ്നെ പർ ഖുലേ, എൻ്റെ മാത്രം രൂപം, എൻ്റെ രൂപം കാണുമ്പോൾ തുറക്കുന്ന, പർ ഖുലെ, ദേഖ്നെ പർ കാണുമ്പോൾ, ഖുലെ തുറക്കുന്ന ഒരു വാതിൽ. താക്കി അങ്ങനെ, ഉസ്സെ സിർഫ് മേ ഹി ഖുസ് പാവും, കൊയ് ഓർ നഹി, അപ്പോൾ അതിലൂടെ എനിക്ക് എന്താണ് സംഭവിക്കുക, ഉസ്സെ അതിലൂടെ, സിർഫ് മാത്രം, മേ ഞാൻ മാത്രം, ഹി മാത്രമേ, ഖുസ് പാവു പ്രവേശിക്കുകയുള്ളൂ, കൊയ് ഓർ നഹി, അപ്പം എനിക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വാതിൽ. അപ്പോൾ അതെങ്ങനെയുള്ളതാണ്, എൻ്റെ രൂപം കാണുമ്പോൾ, മേരി ഷക്കൽ, എൻ്റെ രൂപം കാണുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിൽ എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന് മന്ത്രിയോട് രാജാവ് പറഞ്ഞു. മന്ത്രിനെ ഏക് ഐസാ ഹി ദർവാസ ബൻവായ, മന്ത്രി അങ്ങനെ തന്നെയുള്ള ഒരു വാതിൽ ഉണ്ടാക്കി. മന്ത്രിനെ, മന്ത്രി, ഏക് ഒരു, ഐസാഹി അങ്ങനെ തന്നെയുള്ള, ദർവാസ ബൻവായ വാതിലുണ്ടാക്കിപ്പിച്ചു. തബ് അപ്പോൾ, രാജാനെ സബ്കോ ബുലാക്കർ കഹ, അപ്പോൾ രാജാവ്, തബ് രാജാനെ സബ്കോ എല്ലാവരെയും, ബുലാക്കർ വിളിച്ചിട്ട്, കഹ പറഞ്ഞു. ഹേ കൊയ് ജോ ഖുസ് സക്താ ഹെ ഇസ് ദർവാജെ സെ, ഹേ കൊയ് ആരെങ്കിലും ഉണ്ടോ, ജോ ഖുസ് സക്താ ഹെ ഇസ് ദർവാജെ സെ, ഈ വാതിലിലൂടെ പ്രവേശിക്കാൻ ആർക്കെങ്കിലും ആകുമോ, ഈ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും പറ്റുമോ, ഈ വാതിലിലൂടെ പ്രവേശിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ. ഏക് ആദ്മി ആയ, ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ നിന്നും, അതായത് ദർബാറിൽ, രാജസദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്നു, വന്നിട്ട്, ഏക് ആദ്മി ആയ എന്ന് ഒരു ആൾ വന്നു. ഉസ്കെ ഹാത്മേ, അയാളുടെ ഹാത്മേ കയ്യിൽ, രാജാക്കി തസ്വീർ ഥി, രാജാക്കി രാജാവിൻ്റെ, തസ്വീർ ഥി ചിത്രമുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. തസ്വീർ മേ രാജാക്കി ഷക്കൽ ദേഖകർ, തസ്വീറിൽ ചിത്രത്തിൽ രാജാക്കി ഷക്കൽ ദേഖകർ രാജാവിൻ്റെ രൂപം കണ്ടിട്ട്, ദർവാസ ഖുൽ ഗയ വാതിൽ തുറന്നു. രാജാ ഗുസ്സെ മേ ബാൽ ഖീച്ച്താ രഹ ഗയ, രാജാവ് ഗുസ്സെ മേ ദേഷ്യത്തോടെ, ബാൽ ഖീച്ച്താ രഹ ഗയ മുടി പിടിച്ച് വലിച്ചു നിന്നുപോയി, അതായത് ദേഷ്യപ്പെട്ടു, അത്രയധികം ദേഷ്യം വന്നു എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. അതായത് ബാൽ ഖീച്ച്ന എന്ന് പറഞ്ഞാൽ മുടി വലിക്കുക എന്നാണ്. അപ്പം ദേഷ്യത്താൽ മുടി വലിച്ചു എന്ന് പറയുമ്പോൾ കോപം വന്നു എന്നർത്ഥം. രാജാനെ മന്ത്രി സേ കഹ, രാജാവ് മന്ത്രിയോട് പറഞ്ഞു. മുझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरी ही आवाज़ से खुले. രാജാനെ മന്ത്രി സെ കഹ, രാജാവ് മന്ത്രിയോട് പറഞ്ഞു. മുझे എനിക്ക്, ഏക് ഐസാ ദർവാസ ബനാക്കർ ദോ, അങ്ങനെയുള്ളൊരു വാതിൽ ഉണ്ടാക്കി തരൂ, ജോ എങ്ങനെയുള്ള, സിർഫ് മേരി ഹി ആവാസ് സേ ഖുലേ, എൻ്റെ മാത്രം ശബ്ദം കൊണ്ട് തുറക്കുന്ന ഒരു വാതിൽ എനിക്ക് ഉണ്ടാക്കി തരണം.
എന്ന് രാജാവ് മന്ത്രിയോട് ആജ്ഞാപിച്ചു. മന്ത്രിനെ ऐसा दरवाजा बनवाया മന്ത്രി അങ്ങനെയുള്ള ഒരു വാതിൽ ഉണ്ടാക്കിപ്പിച്ചു. രാജാനെ ഫിർ സബ്കോ ബുലാക്കർ പൂച്ച രാജാവ് വീണ്ടും എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹേ കൊയ് ജോ ഖുസ് സക്താ ഹെ ഇസ് ദർവാസെ സെ ആരെങ്കിലും ഉണ്ടോ ഈ വാതിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നവർ? വഹി ആത്മീയായ അതേ ആൾ വീണ്ടും വന്നു. നേരത്തെ ഷക്കൽ അതായത് തസ്വീർ രൂപ ഫോട്ടോ കൊണ്ടുവന്നല്ലോ, അതേ ആത്മി വഹി ആത്മി അതേ മനുഷ്യൻ ആയ വന്നു. ഉസ്നെ അയാൾ രാജാക്കോ ബഹുത് ഠണ്ടാ പാനി പിലായ ഒരുപാട് രാജാവിനെ ബഹുത്ത് ധാരാളം ഠണ്ടാ പാനി തണുത്ത വെള്ളം പിലായ കുടിപ്പിച്ചു. ഫിർ കഹ എന്നിട്ട് പറഞ്ഞു, അഗർ മേ ഇസ് ദർവാസെ സെ നഹി ഖുസ് സക്താ തോ രാജാ ഭി നഹി ഖുസ് സക്താ ഹൈ. അഥവാ അഗർ മേ ഞാൻ ഇസ് ദർവാസെ സെ ഈ വാതിലിലൂടെ നഹി ഖുസ് സക്താ എനിക്ക് ഈ വാതിലൂടെ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ തോ എങ്കിൽ രാജാ ഭി നഹി ഖുസ് സക്താ ഹൈ ഈ വാതിലിലൂടെ രാജാവും പ്രവേശിക്കുകയില്ല എന്ന് അയാൾ പറഞ്ഞു. ഠണ്ടാ പാനി പീനേസെ വെള്ളം കുടിച്ചപ്പോൾ ഇവിടെ ഠണ്ട എന്നുള്ളത് ഠണ്ടേ എന്നായത് ഈ പാനി കഴിഞ്ഞിട്ടൊരു സേ ഇവിടെ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഠണ്ടേ പാനി സേ തണുത്ത വെള്ളം കൊണ്ട് രാജാക്ക ഗല രാജാവിൻ്റെ തൊണ്ട ഖരാബ് ഹോകയ കേടായി. അതായത് തൊണ്ട ശബ്ദം പുറത്തു വരാതെ കേടായി. ഉസ്കി ആവാസ് ഹി നഹി നിക്കലി രാജാവിൻ്റെ ശബ്ദമേ പുറത്തേക്ക് വന്നില്ല. ഠണ്ടേ പാനീസേ തണുത്ത വെള്ളത്താൽ രാജാക്ക ഗല രാജാവിൻ്റെ തൊണ്ട ഖരാബ് ഹോകയ കേടായി. ഉസ്കി ആവാസ് ഹി നഹി നിക്കലി അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. രാജാ ഭി ദർവാസെ സെ അന്തർ നഹി ജാ പായ രാജാവിനും വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അയാൾ വെല്ലുവിളിച്ചതും അതായിരുന്നു അല്ലേ, എനിക്ക് സാധിച്ചില്ലെങ്കിൽ രാജാവിനും സാധിക്കുകയില്ല എന്നായിരുന്നു അയാൾ വെല്ലുവിളിച്ചത്. വോ ഗുസ്സെ സെ കൂദ്താ രഹ്ഗയ രാജാവ് എന്താ ചെയ്തത്? ഗുസ്സെ സെ ദേഷ്യത്താൽ കൂദ്താ രഹ്ഗയ ചാടി നിന്നു. അതായത് ദേഷ്യം വന്നു എന്ന് തന്നെ. കൂദ്ന എന്ന് പറഞ്ഞാൽ ചാടുക. ഫിർ രാജാനെ ഐസാ ദർവാസ ബൻവായ പിന്നീട് വീണ്ടും രാജാവ് ഐസാ ദർവാസ ബൻവായ അങ്ങനെ ഒരു വാതിലുണ്ടാക്കിപ്പിച്ചു. ജോ സിർഫ് ഉസ്കെ ജൂത്തോ കി ആഹട്ട് സേ ഹി ഖുലെ എങ്ങനെയുള്ള വാതിൽ? എങ്ങനെയുള്ള? സിർഫ് ഉസ്കെ ജൂത്തോ കി ആഹട്ട് സേ അദ്ദേഹത്തിൻ്റെ ജൂത്തോ കി ഷൂവിൻ്റെ ആഹട്ട് ശബ്ദം ആഹട്ട് സേ ശബ്ദത്താൽ ഹി ഖുലെ ശബ്ദത്താൽ മാത്രം തുറക്കുന്ന അങ്ങനെയുള്ള ഒരു വാതിൽ വീണ്ടും ഉണ്ടാക്കിപ്പിച്ചു. ലേക്കിൻ പക്ഷേ ഉസ് ആദ്മീനെ ആ മനുഷ്യൻ ജമീൻ പർ ഭൂമിയിൽ നിലത്ത് അതായത് നടക്കുന്ന ആ സ്ഥലത്ത് കാലീൻ ബിഛാദിയ അവിടെ ഒരു പരവതാനി വിരിച്ചു. ജിസ്സെ ജൂത്തോ കി ആഹട്ട് ഹി നഹി ഹുയി അതിലെ അങ്ങനെ എന്തായി? ജിസ്സെ ജൂത്തോ കി ആഹട്ട് ഹി നഹി ഹുയി അതിലൂടെ എന്താ അങ്ങനെ ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഷൂവിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. ആ ശബ്ദം കേട്ടാൽ മാത്രമേ വാതിൽ തുറക്കുമായിരുന്നുള്ളൂ. പക്ഷേ ആ ജമീനിൽ ആ നിലത്ത് കാലീൻ ബിഛാദിയ ഒരു കട്ടിയുള്ള പരവതാനി ഒരു വിരിപ്പ് വിരിച്ചത് കാരണം ജൂത്തോക്കി ആഹട്ട് ഹി നഹി ഹുയി ഷൂവിൻ്റെ ശബ്ദമേ പുറത്തേക്ക് വന്നില്ല. രാജാനെ മന്ത്രി സെ കഹ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മുझे एक ऐसा दरवाजा बना कर दो जो सिर्फ मेरे ही शरीर की गंध से खुले എനിക്കിനി അങ്ങനെയുള്ള ഒരു വാതിലാണ് വേണ്ടത്. എങ്ങനെയുള്ള? മുझे एक ऐसा दरवाजा बना कर दो എനിക്ക് അങ്ങനെയുള്ള ഒരു വാതിൽ ഉണ്ടാക്കി തരൂ. സിർഫ് മേരെ ഹി ശരീർ കി ഗന്ധ് സേ ഖുലെ എൻ്റെ ശരീരത്തിലെ ഗന്ധത്താൽ മാത്രം തുറക്കുന്ന ഒരു വാതിലാണ് എനിക്ക് വേണ്ടത്. ലേക്കിൻ പക്ഷേ ഇസ് ബാർ ഇപ്രാവശ്യം ഫിർ വഹി ആത്മീയായ വീണ്ടും അതേ ആൾ വന്നു. और എന്നിട്ട് രാജാ के पहने हुए कुछ कपड़े हाथ में उठाकर दरवाजे के पास ले गया तो दरवाजा खुल गया എന്നിട്ട് ചെയ്തത് എന്താണ്? ലേക്കിൻ ഇസ് ബാർ ഇപ്രാവശ്യവും ഫിർ വഹി ആത്മി വീണ്ടും അതേ മനുഷ്യനായ വന്നു. और എന്നിട്ട് രാജാവ് പെഹനെ ഹുയെ ധരിച്ചിരുന്ന കുച്ച് കപ്പടെ കുറച്ച് വസ്ത്രങ്ങൾ ഹാത്ത് മേ ഉഠാക്കർ
കയ്യിലെടുത്തിട്ട് ദർവാസയ്ക്ക് പാസ് ലേ ഗയാ, വാതിലിനടുത്തേക്ക് കൊണ്ടുപോയി. തോ ദർവാസ ഖുൽ ഗയാ. അതിൻ്റെ കാരണം എന്താണ്? ആ കപ്പടയിൽ, ആ വസ്ത്രത്തിൽ രാജാവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഗന്ധത്താൽ തുറക്കുന്ന വാതിലാണ്. അപ്പോൾ പെഹനെ ഹുയേ കുച്ച് കപ്പടെ, ധരിച്ച് അഴിച്ചു വെച്ച കുറച്ച് വസ്ത്രങ്ങൾ എടുത്ത് ഉഠാക്കർ എടുത്തിട്ട് ദർവാസയ്ക്ക് പാസ് ലേ ഗയാ, വാതിലിനടുത്തേക്ക് കൊണ്ടുപോയി. തോ ദർവാസ ഖുൽ ഗയാ, വീണ്ടും വാതിൽ തുറന്നു. ഫിർ, പിന്നീടോ? ഫിർ ആകെ ക്യാ ഹുവാ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഉൻ ദോനോ കാ മുക്കാബല ന ജാനെ കബ് തക് ചൽത്താ രഹാ. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ, ആ മനുഷ്യനും രാജാവും തമ്മിലുള്ള മുക്കാബല, ഏറ്റുമുട്ടൽ, തർക്ക് ന ജാനെ കബ് തക് ചൽത്താ രഹാ, എത്ര സമയമാണ് നിന്നതെന്നറിയില്ല. മുझे तो यही तक ही घटनाओं का पता है. എഴുതിയ ആൾ പറയുകയാണ്, മുझे तो എനിക്ക് യഹി തക് की घटनाओं का पता है, ഇതുവരെയുള്ള സംഭവം മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. ആകെ के बारे में तो अब तुम्हें ही सोचकर बताना होगा. ആകെ के बारे में, ഇനി മുന്നോട്ടുള്ളത്, പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന്. तो अब ഇപ്പോൾ तुम्हें ही सोचकर बताना होगा, നിങ്ങൾ തന്നെ പറയണം. तो बताओ फिर आगे क्या हुआ होगा. എന്നാൽ പറയൂ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, പറഞ്ഞോളൂ. അപ്പോൾ സുബീർ ശുക്ല ആ കഥ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഇത്ര മാത്രമേ അറിയൂ, ഇനി ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ, എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് സുബീർ ശുക്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി തുടർന്ന് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഈ കഥയിലൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോവാം. സഹി മിലാൻ കരെ, ശരിയായ മാച്ച് ചെയ്യുക, അതായത് മാച്ച് ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നത് ക്രമത്തിലല്ല, അത് മാച്ച് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ വരിയിൽ എഴുതിയിരിക്കുന്നു, രാജാനെ ഗന്ധ സേ ഖുൽനെ വാല ദർവാസ ബൻവായ, രാജാവ് ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിപ്പിച്ചു. ഹാത്ത് മേ രാജാ കി തസ്വീർ ലേക്കർ ആയ, കയ്യിൽ രാജാവിന്റെ ചിത്രവുമായി വന്നു. ആവാസ് സേ ഖുൽനെ വാല ദർവാസ ബൻവായ, ശബ്ദത്താൽ തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിപ്പിച്ചു. ആദ്മിനെ ജമീൻ പർ കാലീൻ ബിഛാ ദിയ, അയാൾ കാലീൻ പരവതാനി വിരിച്ചു. ജൂതോ കി ആഹട്ട് സേ ഖുൽനെ വാല ദർവാസ ബൻവായ, ഷൂ കൊണ്ട് ഉള്ള ശബ്ദം കേട്ടാൽ തുറക്കുന്ന വാതിൽ ഉണ്ടാക്കി. രാജാക്കോ ठंडा पानी പിലായ, രാജാവിനെ തണുത്ത വെള്ളം കുടിപ്പിച്ചു. ഷക്കൽ ദേഖ്നെ പർ ഖുൽനെ വാല ദർവാസ ബൻവായ, രൂപം കണ്ടാൽ തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിപ്പിച്ചു. കപ്പടെ ഹാത്ത് മേ ഉഠാക്കർ ദർവാസയ്ക്ക് പാസ് ലേ ഗയ, വസ്ത്രം കയ്യിലെടുത്ത് വാതിലിനടുത്തേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ മാച്ച് ചെയ്യുക. രാജാക്കെ ചരിത്ര പർ ടിപ്പണി ലിഖേ, രാജാവിൻ്റെ സ്വഭാവത്തെപ്പറ്റി ഒരു ടിപ്പണി, രാജാവ് എങ്ങനെയുള്ളതാണ്. അപ്പോൾ മേരി ടിപ്പണി, നിങ്ങളുടെ ടിപ്പണിയിൽ എന്തൊക്കെ ഉണ്ടാവണം, നിങ്ങളുടെ ആ കുറിപ്പിൽ രാജാക്ക് വിശേഷതായേ ഹേ, രാജാവ് എങ്ങനെയുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പന മത് വ്യക്തി കിയാ ഹെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അതിൽ പ്രകടിപ്പിച്ചിരിക്കണം. ഉചിത് ശീർഷക് ഹെ, ഉചിതമായ ഒരു തലക്കെട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ രാജാവ് അഹങ്കാരിയാണെങ്കിൽ അത് അല്ലേ, മറ്റുള്ളവരുമായി മത്സരിക്കുന്ന, പ്രജകളോട് മത്സരിക്കുന്ന ഒരു രാജാവ് അല്ലേ, സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന. അപ്പോൾ രാജാവിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാജാവിൻ്റെ സ്വഭാവവും നിങ്ങളുടെ അഭിപ്രായവും അതിന് നല്ലൊരു തലക്കെട്ടുമൊക്കെ കൊടുത്ത് രാജാവിൻ്റെ ചരിത്ര പർ ടിപ്പണിയിലേക്ക്, രാജാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതുക. അടുത്തത് കഹാനിക്കോ ആകെ ബഠായെ, അടുത്ത പ്രവർത്തനം എന്താണ്? കഹാനിക്കോ ആകെ ബഠായെ, കഥയെ മുന്നോട്ട് കൊണ്ടുപോവുക. സഹായക് ബിന്ദു, ആ കഥ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുവരെ അത്രയേ എഴുതിയിട്ടുള്ളൂല്ലോ അല്ലേ. അപ്പോൾ ബാക്കി കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സഹായക് ബിന്ദു, അപ്നി ഉംഗലിയോസെ ചൂനേസെ, ഉംഗലിയോസെ ചൂനേസെ, അതായത് തൻ്റെ വിരലുകൊണ്ട് തൊട്ടാൽ, അതായത് ഫിംഗർ അല്ലേ വെച്ചിട്ട് എങ്ങനെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് തുറക്കുന്ന വാതിൽ. അപ്നി ചുട്കി ബജാനേസെ, അപ്കി ചുട്കി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വിരലുകൾ തമ്മിലിങ്ങനെ അല്ലേ, അതിനാണ് പറയുക ചുട്കി ബജാന എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചുട്കി ബജാനേസെ തുറക്കുന്ന വാതിൽ ഉണ്ടാക്കുക, വിരൽ ഞൊടിക്കുമ്പോൾ അല്ലേ. പിന്നെ കൂഡ് ഭാഷാക്കെ പ്രയോഗസെ, ഒരു പാസ്വേഡ്, കോഡ് ഭാഷ, അതായത് കോഡ് ഭാഷ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ കൂട്ട് സംഖ്യ, അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ, അല്ലെങ്കിൽ ഒരു പാസ്വേഡ്, അല്ലെങ്കിൽ ഒരു കോഡ് സംഖ്യ, ഒരു പിൻ നമ്പർ കെ പ്രയോഗസെ, അതുകൊണ്ട് അതിൻ്റെ പ്രയോഗത്താൽ തുറക്കുന്ന ഒരു വാതിൽ. ഇങ്ങനെ ഒക്കെ ആ കഥയിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അതിന് ഇതിൽ സഹായകമായി കുറച്ച് വാക്കുകൾ ഇതിൽ കൊടുത്തതാണ് ബിന്ദു. സഹായക് ബിന്ദു എന്ന് പറഞ്ഞാൽ സഹായിക്കാനുള്ള കുറച്ച് പോയിന്റ്സ്.
അടുത്ത പേജ്. പെഹലെ ദർവാസെ സെ രാജാ കാ കാം നഹി ചല. ആദ്യത്തെ വാതിൽ കൊണ്ട് രാജാവിൻ വിചാരിച്ച പോലെ നടന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട് ദൂസരി ബാർ രണ്ടാമത്തെ തവണ മന്ത്രിക്കോ ബഠൈ കെ പാസ് ജാനാ പട. അപ്പോൾ നോക്കാം, പെഹലെ ദർവാസെ സെ രാജാ കാ കാം നഹി ചല. രാജാവ് വിചാരിച്ചതുപോലെ നടന്നില്ല. അപ്പോൾ രാജാവിൻ്റെ ആഗ്രഹം സഫലമായില്ല. ഇസ്ലിയെ അതുകൊണ്ട് ദൂസരി ബാർ രണ്ടാമത്തെ തവണ മന്ത്രിക്കോ ബഠൈ കെ പാസ് ജാനാ പടത്താ ഹെ. വീണ്ടും ആശാരിയുടെ അടുത്തേക്ക് മന്ത്രിക്ക് പോകേണ്ടി വന്നു. മന്ത്രിക്ക് ബഠൈ കെ പാസ് ആശാരിയുടെ അടുത്തേക്ക് ജാനാ പടത്താ ഹെ പോകേണ്ടി വരുന്നു. ഉസ് പ്രസംഗമേ ആ സന്ദർഭത്തിൽ ദോനോ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. രണ്ടുപേരും തമ്മിൽ എങ്ങനെയായിരിക്കും സംഭാഷണം നടത്തിയിട്ടുണ്ടാവുക? ദോനോ കെ ബീച്ച് കാ രണ്ടുപേരും തമ്മിലുള്ള വാർത്താലാപ് സംഭാഷണം തയ്യാർ കരെ തയ്യാറാക്കുക. അടുത്തത് പഠേ ഭരെ വായിക്കാം എഴുതാം. ജैसे മാനെ ബേട്ടേക്കോ സുനായ ബേട്ടേനെ സുന. മാനെ അമ്മ ബേട്ടേക്കോ സുനായ മകനെ കേൾപ്പിച്ചു. ബേട്ടേനെ സുന മകൻ കേട്ടു. അടുത്തത് പിതാനെ ബേട്ടേക്കോ ലിഖായ പിതാനെ അച്ഛൻ ബേട്ടേക്കോ മകനെ കൊണ്ട് ലിഖായ എഴുതിപ്പിച്ചു. അപ്പോൾ ബാക്കി എന്തായിരിക്കും അവിടെ നിങ്ങൾ എഴുതണം. അടുത്തത് ലാസ്റ്റ് ബേട്ടേനെ പഠ. അപ്പം മുകളിൽ എന്തായിരിക്കും എഴുതേണ്ടി വരിക അത് നിങ്ങൾ എഴുതുക. കഹാനിക്കോ ഏകാംഗിക രൂപ് ദേ മഞ്ജൻ കരെ. അടുത്ത പ്രവർത്തനം എന്താണ്? കഹാനിക്കോ ഈ കഥയെ രാജാ കാ ദർവാസ എന്നുള്ള ഈ കഥയെ നിങ്ങൾ ഒരു ഒരു നാടക രൂപത്തിലാക്കുക. എന്നിട്ട് മഞ്ജൻ കരെ എന്നിട്ട് നിങ്ങളത് സ്റ്റേജിൽ അവതരിപ്പിക്കുക. ഇതാണ് അടുത്ത പ്രവർത്തനമായിട്ട് പറയുന്നത്. പിന്നെ നോക്കുക, വാക്യക്ക് രേഖാങ്കിത് അംശിക്ക് വിശേഷത പെഹചാനെ പാഠ് ഭാഗ് സെ ऐसे വാക്യ ഛാണ്ട് കർ ലിഖേ. വാക്യക്ക് രേഖാങ്കിത് അംശിക്ക് വിശേഷത ഈ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിട്ടുള്ള രേഖാങ്കിത അംശ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ വിശേഷത അതിൻ്റെ വിശേഷത പ്രത്യേകത പെഹചാനെ മനസ്സിലാക്കുക. പാഠഭാഗത്തിൽ നിന്നും ഐസേ വാക്യ അതുപോലെയുള്ള സെന്റൻസുകൾ ഛാണ്ട് തിരഞ്ഞെടുത്ത് ലിഖേ എഴുതാം. എന്താണ്? ഏക്ക് ആദ്മി ആയ ഒരു ആൾ വന്നു. അപ്പോൾ ഇതുപോലെയുള്ള സെന്റൻസ്, അതായത് ഒരു ഭൂതകാലമാണിത് അല്ലേ, പാസ്റ്റ് ടെൻസ്. അപ്പോൾ അതുപോലുള്ള ഒരു ഏതൊക്കെ വാക്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ അടുത്ത പേജിലേക്ക് നോക്കാം. എന്താണ് അടുത്ത പേജിൽ? പഠേ സംശയ് വായിക്കാം മനസ്സിലാക്കാം. മുझे तुम्हारी चिट्ठी समझ में नहीं आई. എനിക്ക് നിന്റെ കത്ത് മനസ്സിലായിട്ടേ ഇല്ല. നീ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മുझे ജൽദി ധൻ കമാനെ കാ ഉപായ് ബത്തായിയെ. എനിക്ക് പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നാലും. മുझे तो एक शब्द भी सुनाई नहीं दिया. എനിക്കൊരു വാക്ക് പോലും കേൾക്കാൻ സാധിച്ചില്ല. ഒരു അക്ഷരം പോലും കേൾക്കാൻ സാധിച്ചില്ല. മുझे शक्ल देखकर खुलने वाला दरवाज़ा बना दो. എനിക്ക് വേണ്ടി ഷക്കൽ ദേഖർ രൂപം കണ്ടിട്ട് ഖുൽനേവാല. മുझे ഷക്കൽ ദേഖർ എൻ്റെ രൂപം കണ്ടിട്ട് ഖുൽനേവാല തുറക്കുന്ന ദർവാസ ബനാദോ വാതിലുണ്ടാക്കി തരൂ. മുझे കൽഹി തുമാര പത്ര മിലാഥ. എനിക്ക് ഇന്നലെ തന്നെ തുമാര നിന്റെ കത്ത് മിലാഥ കിട്ടിയിരുന്നു. അപ്പം ഈ മുझे എന്ന് പറയുന്നത് എനിക്ക്, എന്നെ, എൻ്റെ എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പം മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. മേം പ്ലസ് കോ എന്നതാണ് മുझे എന്നതുകൊണ്ട്. എനിക്ക്, എൻ്റെ ഇങ്ങനെയുള്ള ഇതിലൊക്കെയാണ് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. ധ്യാൻ സേ പഠേ ശ്രദ്ധയോടെ വായിക്കാം. ആദ്മി കെ ഹാത്ത് മേ രാജാ കി തസ്വീർ ഥി. ആദ്മി കെ ഹാത്ത് മേ അയാളുടെ കയ്യിൽ. ഇവിടെ കെ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാജാ കി തസ്വീർ ഥി. രാജാവിൻ്റെ തസ്വീർ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ കി എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ആത്മി കി ഹാത്ത് മേ. മേം എന്നിവിടെ ഒരു പ്രത്യയമുള്ളത് കൊണ്ടാണ് ആത്മി കെ ഹാത്ത് മേ അയാളുടെ കയ്യിൽ രാജാ കി തസ്വീർ ഥി രാജാവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. അടുത്തത് രാജാ കി തസ്വീർ ദേഖകർ രാജാവിൻ്റെ ചിത്രം കണ്ടിട്ട് ദർവാസ ഖുൽ ഗയ വാതിൽ തുറന്നു. രാജാ കി ആവാസ് ഹി നഹി നികലി രാജാവിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. രാജാ ഓർ ആദ്മി ദോനോ കാ മുക്കാബല ചൽത്താ രഹ
രാജാവിൻ്റെയും ഔർ ആദ്മിയുടെയും ദോനോക്ക രണ്ടു പേരുടെയും മുക്കാബല ചൽത്താ രഹ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടേയിരുന്നു. മുക്കാബല, ഇവിടെ മുക്കാബല എന്നുള്ളത് പുല്ലിംഗമാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ഈ ഹിന്ദിയിൽ വാക്കുകൾക്കും സ്ത്രീലിംഗം പുല്ലിംഗം നോക്കിയിട്ടാണ് അതിനിപ്പുറത്തുള്ളത് പ്രയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഈ സംബന്ധ കാരക എന്നാണ് ഇതിന് പറയുക. ഇതിനെ വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായി മനസ്സിലാക്കുക. അടുത്തത് നോക്കുക, അനുവാദ് കരെ. അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ്, തർജ്ജമ, പരിഭാഷ. അനുവാദ് കരെ തർജ്ജമ ചെയ്യാം. മോർ ഭാരത് കാ രാഷ്ട്രീയ പക്ഷി ഹേ. മോർ മയിൽ, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പക്ഷി ഹേ, ദേശീയ പക്ഷിയാണ്. ഇസ്കെ മസ്തക് പർ രാജാവോ കി സി കൽഗി ഹേ, അതിൻ്റെ നെറ്റിയിൽ രാജാവിനെ പോലുള്ള ഒരു കിരീടം പോലെയുണ്ട് അല്ലേ. ഇസ്കി പൂഞ്ച്, ഇതിൻ്റെ വാൽ ലംബി, നീളമുള്ളതാണ്. ഔർ സുന്ദർ ഹേ, അതുപോലെ തന്നെ മനോഹരവുമാണ്. മോർ പക്ഷിയോ ക രാജ, മോറിനെ എന്താണ് അറിയപ്പെടുന്നത്? പക്ഷിയോ ക രാജ, പക്ഷികളുടെ രാജാവ്. തഥാ, അതുപോലെ തന്നെ ജംഗൽ ക ദേവത കഹാ ജാതാ ഹെ, കാട്ടിലെ ദേവത എന്നും മയിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ രാജാ കാ ദർവാസ എന്ന പാഠം ഇതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും നോട്ട്ബുക്കിൽ ചെയ്യണം. പാഠം നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.